ഒരുപോലെ വിമർശിക്കുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. സ്വർണ്ണക്കടത്ത് ആരുടെ ഓഫീസിലാണ് നടന്നത് എന്നത് അറിയാമല്ലോ എന്നാണ് മോദി ഓർമ്മിപ്പിക്കുന്നത്. പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ബിജെപിയുടെ വിശ്വാസം. ഇവിടെ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് BJP ആദ്യം അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേപോലെ ഒരു മഹാപൊതുയോഗത്തിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രസംഗിച്ചു പോയതാണ് അടുത്തത് കേരളമാണ് എന്ന് പറഞ്ഞ്. അതിനുശേഷവും പല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എല്ലാം ഇവിടെ വന്ന് പലതരത്തിലുള്ള യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കൊച്ചിയിൽ വന്ന പ്രധാനമന്ത്രി പ്രതികരിക്കുന്നു, യുവാക്കളുടെ സംശയം തീർക്കുന്നു എന്ന രൂപത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നെല്ലാം പറഞ്ഞ് നടത്തിയ സംഗമവും നമ്മൾ കണ്ടു. ഒരു തരത്തിലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹം സാധാരണ മൻ കി ബാത് പോലെ പ്രസംഗിക്കാനുള്ളത് പ്രസംഗിച്ചിട്ട് പോയി എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചതായിട്ട് നാം കണ്ടില്ല. ഇപ്പോൾ വലിയ തരത്തിൽ നാരി ശക്തി എന്ന രൂപത്തിൽ ഒരു ക്യാമ്പയിനാണ് നടത്തിയത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നു എന്ന രൂപത്തിലാണ് എല്ലാവരും അദ്ദേഹത്തെ പ്രകീർത്തിച്ച് സംസാരിച്ചത്. എന്ന് ഈ ബില്ല് വരും, എന്ന് നടപ്പാക്കും, ഏത് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 1/3 സംവരണം കിട്ടും എന്നതിനെക്കുറിച്ച് ഒരക്ഷരം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഭാവിയിൽ സെൻസസ് എന്നാണ് നടക്കുക, എന്നാണ് മണ്ഡല പുനർനിർണ്ണയം നടക്കുക, ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഈ വനിതാ സംവരണം നടക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയുമില്ല ഇപ്പോൾ. എന്നാൽ എവിടെ വന്നാൽ സംസാരിക്കണേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 1/3 50%-50%-ലധികം സംവരണം കൊടുക്കുന്ന നാട്ടിൽ വന്നിട്ടാണ് സ്ത്രീ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് വലിയ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഈ ജനാധിപത്യ കേരളത്തിൽ വന്നിട്ടാണ് ഈ ഗീർവാണങ്ങളെല്ലാം വിടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ നാരീ ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഗുസ്തി താരങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തത്? തങ്ങൾ ഈ നാടിനു വേണ്ടി അധ്വാനിച്ച് നേടിയ, ഈ രാജ്യത്തിൻ്റെ യശസ് ലോകത്ത് മുഴുവൻ ഉയർത്തി നേടിയ മെഡലുകളെല്ലാം ഗംഗയിൽ കൊണ്ടുപോയി ഒഴുകുന്ന സാഹചര്യം വരെ വന്ന് അവർ കണ്ണുനീര് അണിഞ്ഞ് പൊതുവേദിയിൽ നിന്ന് മാപ്പ് പറഞ്ഞ് ഇനി ഞങ്ങൾ ഒരിക്കലും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയ കാഴ്ച കണ്ടിട്ട് ഒരാഴ്ചയെ കഴിഞ്ഞുള്ളൂ. അവരെക്കുറിച്ചൊന്നും ഈ നാരീ ശക്തിയിൽ പ്രധാനമന്ത്രി പറയുന്നത് കേട്ടില്ലല്ലോ. ബൽക്കീസ് ബാനു നാം കണ്ടല്ലോ, ഒരു 56 പേര് കൂടി ബലാത്സംഗം ചെയ്ത് 3 വയസ്സുള്ള കൊച്ചിനെ നിലത്തടിച്ച് കൊല്ലുന്നത് കണ്ട് അതിലെ പ്രതികളെ മുഴുവൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം വെറുതെ വിട്ടപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ഇപ്പോഴും ഈ രാജ്യത്തോട് അപേക്ഷിക്കുന്നു നമ്മൾ കാണുമ്പോൾ അവിടെയൊന്നും ഈ ബൽക്കീസ് ബാനുവിൻ്റെ കരച്ചിലിന് മുന്നിൽ ഒരു നാരീശക്തിയും നമ്മൾ കണ്ടില്ല. മണിപ്പൂരിൽ 100 കണക്കിന് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട് നഗ്നരാക്കി നടക്കപ്പെട്ട സ്ത്രീകൾ ലോകത്ത് മുമ്പ് ആ വീഡിയോ പ്രദർശിപ്പിച്ചപ്പോൾ തനിക്ക് വേദനയുണ്ടാക്കി എന്ന് 8 സെക്കൻഡിൽ പ്രതികരിച്ചതല്ലാതെ മണിപ്പൂർ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല. മണിപ്പൂർ പറഞ്ഞിട്ടില്ലെങ്കിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമത വിശ്വാസികൾ കൂടുതലുള്ള ഇടങ്ങളിൽ എല്ലാം BJP ആണ് ഭരിക്കുന്നത്. അത് ക്രൈസ്തവർക്ക് തങ്ങളോടുള്ള വിശ്വാസമാണ്. അതായത് ഇവിടെ എന്തൊക്കെയാണോ BJPക്കെതിരെ ഉന്നയിക്കുന്നത് അതിനെല്ലാമുള്ള മറുപടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ മുഴുവൻ ഭരിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള ആത്മവിശ്വാസം ക്രൈസ്തവരെ കയ്യിലെടുക്കാൻ സാധിക്കും. സ്നേഹസംഗമത്തിന്, സ്നേഹവിരുന്നിനുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണെന്ന് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അല്ല, തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരും രണ്ടാമത് ക്രിസ്ത്യാനികളും മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് RSSും സംഘപരിവാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ തങ്ങൾ വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ അജണ്ടയുള്ള ഫാസിസ്റ്റ് രാജ്യം ഈ രാജ്യത്ത് പുലരുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് ഒരു തലത്തിൽ ആക്രമണ പരമ്പര തുടരുന്നു. ക്രൂരമായിട്ടുള്ള ആക്രമണം നടക്കുന്നു, വേട്ടയാടൽ നടക്കുന്നു, സ്ത്രീകൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. മറുതരത്തിൽ ഇത്തരത്തിൽ സ്നേഹവിരുന്ന് നടത്തിയാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളെല്ലാം പൊള്ളയാണ്, കള്ളമാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. ഇപ്പൊ ഗ്യാസിന്റെ വിലയെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ, മോഡിയുടെ വാഗ്ദാനമാണെന്ന് പറഞ്ഞു. ഗ്യാസ് കണക്ഷൻ കിട്ടിയവർ ഒരു കുറ്റി ഗ്യാസ് പോലും എടുക്കാൻ കഴിയാതെ ഈ രാജ്യത്ത് അവരുടെ ജീവിതം മുന്നോട്ട് പോകുകയാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ഞാൻ വരാം. കൃത്യമായി ഈ പറഞ്ഞ പ്രസംഗത്തിന്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.